എന്നൂരിലുള്ള കവിത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഉള്ളിൽ ഒരു 2.5 ഏക്കർ സ്ഥലത്ത് സൃഷ്ടിച്ചിട്ടുള്ള ആ സ്കൂളും അതിനോടനുബന്ധിച്ചുള്ള ഒരു വനവുമുണ്ട്. ആ വനത്തിനകത്താണ് ഇപ്പോൾ കൃഷിദർശൻ ടീം അംഗങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്കൊപ്പം ഈ സ്കൂളിൻ്റെ മാനേജറും ഒപ്പം സന്മാർഗദായിനി ഗ്രന്ഥശാലയുടെ സജീവ പ്രവർത്തകനും ആയ ശ്രീ ഈസു കുഞ്ഞുണ്ട്. നമസ്കാരം സർ. വണക്കം. ഇത്തരത്തിലൊരു സ്കൂള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു നഗരവൽക്കരണത്തിൽപ്പെട്ട് കാടും ഔഷധസസ്യങ്ങളും ഒക്കെ അന്യമായി കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ സാൻമാർഗിക മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവും കുട്ടികൾക്ക് കുറഞ്ഞു വരികയാണ്. താങ്കൾ ഈ ഒരു സ്കൂൾ ഇത്തരത്തിൽ ഒരു വനം ആ സ്കൂളിനകത്ത് തന്നെ നിർമ്മിക്കാനും ഇത്തരത്തിലുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാനും പ്രേരകമായത് എന്താണ്? കഴിഞ്ഞ 32 വർഷമായി ഈ സ്കൂൾ ആരംഭിച്ചിട്ട് ഇന്ന് എണ്ണപ്പനത്തോട്ടം സ്ഥിതി ചെയ്യുന്ന വൻപിച്ച ഒരു വനപ്രദേശത്താണ് സമീപമാണ് ഈ സ്ഥാപനം നിൽക്കുന്നത്. ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ വനത്തിൽ പോയാൽ ഒരുപാട് കായ്ഫലങ്ങളൊക്കെ പറിച്ച് തിന്നുവാനും കളിക്കുവാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു. ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇതൊന്ന് കാട്ടിക്കൊടുക്കുവാനുള്ള എൻ്റെ മാനസികമായ ഒരു ബോധം ആണ് ഒരു വനം നിർമ്മിക്കുവാനും ഇന്ന് വനത്തിൽ പേരുകൾ മാത്രം കേൾക്കുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം അറിവുള്ള മൂട്ടി, വെട്ടിൽ, അമ്പഴം, കാര, സോപ്പ് മരം തുടങ്ങി ഏതാണ്ട് വനത്തിൽ കായ്ഫലം തരുന്ന എല്ലാ വൃക്ഷങ്ങളും ഈ സ്കൂൾ കാമ്പൗണ്ടിൽ നട്ടുവളർത്തിയിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ഔഷധ സസ്യങ്ങളുണ്ടല്ലേ, ആരോഗ്യ 100ഓളം ഔഷധ സസ്യങ്ങൾ ഉണ്ട്. നട്ടുവളർത്തുക മാത്രമല്ല, എൻ്റെ സ്കൂളിലെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് കാഞ്ഞിരത്തുമൂട് മുതൽ ഐരക്കുഴി വരെയുള്ള റോഡ് സ്ഥലവും വഴിയോര തണൽ വൃക്ഷ നിർമ്മാണം, ഒരു വീട്ടിൽ 10 മരം കുട്ടികൾക്ക് വെച്ച് നട്ടുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് 10 പവൻ, ഒരു ആൺകുട്ടിക്ക് ഒരു ബൈക്ക് എന്ന സന്ദേശമായി കഴിഞ്ഞ 10 വർഷമായി ഒരു വീട്ടിൽ 10 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിൽ ഏറ്റവും മികച്ച ഒരു മാതൃകയായിട്ട് ഞാൻ കാണുന്ന ഔഷധ സസ്യങ്ങളുടെ ഒരു ശേഖരമാണ്. നിരവധി ഔഷധ സസ്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. 100ഓളം ഔഷധ സസ്യങ്ങളും ഒരു ഔഷധ വനം തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വരുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ എൻ്റെ കുട്ടികൾ പോലും ഇന്ന് സജ്ജരാണ്. ഇത് ആദായം മാത്രമല്ല, ഈ എന്തൊക്കെ ലോകത്ത് നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞാലും ഞാനൊരു മരം ഈ വഴിത്താരയിൽ നട്ടിരുന്നാൽ അങ്ങനെ കായ്ഫലമുള്ളതാണ് ഞങ്ങൾ നട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കവിഞ്ഞൊരു സ്മാരകം ഒരു മനുഷ്യ ജീവിതത്തിൽ കിട്ടുവാനില്ല. ആ വൃക്ഷം ഗവൺമെൻറ്റിന് ഉപകരിക്കും. ആ കായ്ക്കുന്ന കായ്ഫലങ്ങൾ പക്ഷികൾക്കും മനുഷ്യർക്കും ഉപയോഗിക്കാൻ കഴിയുന്നു. തണൽ പ്രദേശങ്ങളുണ്ടാകുന്നു. ഇതാണ് ഒരു കുട്ടി ഒരു വൃക്ഷത്തൈ നടുക, കൂട്ടമായി നടുമ്പോൾ മരക്കൂട്ടം നടുക എന്ന എൻ്റെ സന്ദേശത്തിന് കൊല്ലം ജില്ലയിലെ 2 സ്വർണ്ണ അവാർഡുകളും അത് പ്രാവർത്തികമാക്കിയതിന് 2011 ഹരിത വിദ്യാലയ അവാർഡ് ലഭിച്ചിട്ടുള്ളൊരു സ്കൂളാണിത്. ഈ ഹരിത വിദ്യാലയത്തിൽ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു സന്ദേശം കൊടുക്കുന്നതിനോടൊപ്പം അവരുടെ വീട്ടിലും ഇത്തരം വൃക്ഷവിളകൾ നട്ടുവളർത്തുന്നതിനുള്ള അത് കമ്പൽസറി നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ അഞ്ചൽ സബ് ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറിയിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 38 കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചൊരു ലേഖനം തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ 12 കുട്ടികൾ എൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 18 പേജുള്ള പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട്. അതിൽ കവിഞ്ഞൊന്നും ഒരു മനുഷ്യന് ഒരു അവാർഡിന് ആവശ്യമില്ല. ആ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ച് അഭിനന്ദിച്ചപ്പോൾ ഒരു അധ്യാപകനും ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനും ഒക്കെ ആയിരിക്കുന്ന എനിക്ക് അതിൽ കവിഞ്ഞ സന്തോഷമേ ഇല്ല. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി സമയമായിരിക്കുകയാണ്. എന്നാലും നമ്മൾ ഈ കാട്ടിനകത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പ്, അതിൻ്റെ ഒരു ഇരുട്ട്, അതൊക്കെയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് അനുഭവിക്കാനുള്ള ഒരു അവസരം കൊടുക്കാറുണ്ട്, ഇങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ കാണാനൊക്കെ? ആർക്കും അതിൻ്റെ സൗകര്യം ചെയ്തു കൊടുക്കുക മാത്രമല്ല, മുൻ വർഷങ്ങൾ ഉൾപ്പെടെയുള്ള ഈ മരുന്നുകളുടെയും വൃക്ഷത്തൈകളും ഒക്കെ ഞാൻ സൗജന്യമായി വരുന്നവർക്കൊക്കെ കൊടുക്കുന്ന ഒരു നിലയിലുമാണ് കാര്യങ്ങൾ ഇതുവരെയും പോകുന്നത്. ഈ വർഷം മുതലാണ് ഈ കൃഷി, ഗ്രോബാഗ് കൃഷി ഞങ്ങളുടെ കുട്ടികളുടെ സ്കൂൾ വീടുകളിലെല്ലാം വെക്കുന്ന ഒരു പദ്ധതി ചാണപ്പാറ വായനശാലയുമായി ചേർന്ന് ബന്ധപ്പെട്ട് ഞങ്ങൾ വ്യാപകമായി ഒരു വാർഡിനെ ദത്തെടുത്തുകൊണ്ട് സമ്പൂർണ്ണ പച്ചക്കറി, ഈ വിഷമയമായ ക്യാൻസർ വരുത്തുന്ന പച്ചക്കറി ഉപേക്ഷിക്കുകയും ഇപ്പോൾ ഞങ്ങളുടെ സന്ദേശം ഒരു വീട്ടിൽ ഒരു പച്ചക്കറിയെങ്കിലും ഒരു കാന്താരി മുളകിലും നടുവാനുള്ള മാനസിക നിലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും നല്ലൊരു സേവനമാണ്, വലിയൊരു സേവനമാണ്, സമൂഹ സേവനമാണ് സാർ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഇത്രത്തോളം ജനങ്ങളിലേക്ക് ഇത് എത്തുമ്പോൾ എത്രത്തോളം വിദ്യാർത്ഥികൾ ഇത് അവരുടെ വീടുകളിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് സാർ, ഞാൻ ഒരു അതിശയോക്തി പറയുകയല്ല. കേരളത്തിലെ മൊത്തം സ്കൂളുകൾ പരിശോധിച്ചാൽ ഈ അനുഭവത്തിലോട് കൂടി പോകുന്ന കേരളത്തിൽ ഇനി കാണി മേഖലയിലും ഇവിടെ
പാലക്കാടെങ്ങാണ് വനത്തിനകത്തുള്ള ഒരു സ്കൂളിലല്ലാതെ കേരളത്തിൽ എൻ്റെ സ്കൂളിൽ കടന്നുപോയ കുട്ടികൾക്കൊരു അനുഭവം കിട്ടുന്ന ഒരു സംവിധാനം കേരളത്തിലൊരു സ്കൂളുകൾക്കില്ലെന്ന് അഭിമാനപൂർവ്വം അഹങ്കാരപൂർവ്വം ഞാൻ പറയുകയാണ്. മറ്റൊന്ന് നമ്മളിവിടെ കണ്ട മറ്റൊരു പ്രത്യേകത ഇവിടെ വർണ്ണിച്ചിട്ടുള്ള ശിലകളാണ്, ശില്പങ്ങൾ, കഥ പറയുന്ന ശില്പങ്ങളാണ്. എല്ലാം ഞാൻ നിർമ്മിച്ചതാണ്. പ്രത്യേകിച്ചും ഗുരുകുല സമ്പ്രദായത്തെക്കുറിച്ച് വിവരിക്കുന്ന മനോഹരമായ ശില്പം, അതുപോലെ നമുക്ക് ഗുണപാഠമായി തരുന്നുള്ള ഒരു കരടി പറഞ്ഞ കഥ, എ ഫ്രണ്ട് ഇൻ നീഡ്സ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയുന്ന ആ കരടിയുടെ ആ ഒരു കഥ, തുടർന്ന് മൃഗങ്ങളുടെ ആശുപത്രി, മൃഗങ്ങൾക്ക് വേണ്ടി മൃഗങ്ങൾ തന്നെ മൃഗങ്ങളാൽ നടത്തുന്ന ആശുപത്രി, ഇതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ചില സന്ദേശങ്ങൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത്തരത്തിൽ കൂടെയുള്ള അല്ലാതെ മറ്റെന്തൊക്കെ ഒരു കൃഷിയിലുള്ള സജീവ സാന്നിധ്യം ഈ സ്കൂളിനുണ്ട്? പിന്നെ എല്ലാ കൃഷികളും ഇപ്പോൾ ഗ്രോബാഗ് കൃഷി കഴിഞ്ഞ വർഷമേ തുടങ്ങിയുള്ളെങ്കിലും മറ്റ് കൃഷികളെല്ലാം ഈ കുട്ടികളുമായി തന്നെ ആണ് നമ്മളിത് ചെയ്യുന്നത്. ആദായം എടുക്കുമ്പോൾ ഞങ്ങൾ വേവിക്കുന്നു, തിന്നുന്നു, ബാക്കിയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നു. ഇന്ന് വരെ ഞാൻ ഇവിടെ നിന്ന് ഒരു സാധനവും വിറ്റിട്ടില്ല. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ഒക്കെ ഞാൻ പിന്നെ മരിച്ചതിന് 2-3 ഏതെങ്കിലും ഫംഗ്ഷന് പുഴുങ്ങുന്നു, കട്ടൻ കാപ്പിയിട്ട് കുട്ടികൾക്കെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ഉപയോഗിക്കുന്നു. പയറും മറ്റുമൊക്കെ നമ്മളെ ആവശ്യത്തിനൊക്കെ എടുത്തിട്ട് ബാക്കി പിള്ളേർക്കും ടീച്ചേഴ്സിനും ഒക്കെ തന്നെ ഉപയോഗിക്കാമെന്ന്, അല്ലാതെ വിലയ്ക്ക് വിൽക്കുന്നൊരു സ്ഥിതി ഇതുവരെയും ഉണ്ടായിട്ടില്ല. ശരിക്കും കൃഷിയിലൂടെ വിദ്യാഭ്യാസം ആർജിക്കുക എന്നതിനുപരി നല്ലൊരു സംസ്കാരത്തിലേക്ക് കുട്ടികളെ വഴി നടത്തുക, ഈ ഒരു സേവനമാണ് കവിത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇദ്ദേഹത്തെ അനുമോദിക്കാം. ഒപ്പം മനസ്സിലാക്കേണ്ടത് സന്മാർഗദായിനി ഗ്രന്ഥശാല ഈ കാർഷികോത്സവത്തിൽ വെച്ച് നീട്ടുന്ന സന്ദേശം അതാണ്. അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ഈ നാട് മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു പുതിയ കാർഷിക സംസ്കാരം. പ്രിയമുള്ളവരെ, സന്മാർഗദായിനി സ്മാരക വായനശാല കടയ്ക്കലിലെ ചാണപ്പാറയിൽ നടത്തുന്ന കാർഷികോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളിലും വിശേഷങ്ങളിലേക്കുമൊക്കെ നമുക്ക് കടന്നു ചെല്ലാം. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.